വെൽക്കം ടു ലെജൻഡ്സ്. നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോയ്ക്കകത്ത് നല്ല AD സ്റ്റോണിന്റെ നെക്ലേസ് ഐറ്റംസ് ആണ്. അതായത് ശരിക്കും ഡയമണ്ടിന്റെ ഡിസൈൻസ് മാറി നിൽക്കും, അത്രയും നല്ല ഡിസൈൻസ് ആട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല സ്റ്റോണിന്റെ ഒരു ഐറ്റം ആണ്. ഫുൾ ആയിട്ട് ADയുടെ സ്റ്റോൺ തന്നെ, ഇങ്ങനെ നീണ്ട സ്റ്റോൺസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്നാണെങ്കിൽ കഴുത്തെ വെച്ച് കാണിക്കാം. എൻ്റെ മാല കിടക്കുന്നുണ്ട്, അത്ര എൻ്റെ ഭംഗി മനസ്സിലാവില്ല. ജസ്റ്റ് ചുമ്മാ ഒന്ന് നിങ്ങൾ കണ്ടു. ഇതുപോലെയാണ് നെക്കിൽ കിടക്കുമ്പോഴുള്ള ഭംഗി. ഇത് ശരിക്കും നമുക്കൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതുമായിട്ട് മാച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെയൊക്കെയാണ് ഇടാൻ പറ്റും. കാരണം നൈസ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇതാണ് നമുക്കൊരു ബോഡി കളർ വന്നെങ്കിലേ ഉള്ളൂ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതുപോലെയാണ് കമ്മൽ വരുന്നത്. 2000 റേഞ്ച് മിച്ചമുള്ള ഐറ്റം ആണ്. അതിൻ്റെ ഉള്ള എടുപ്പ് അതിനുണ്ട് കേട്ടോ. ഇട്ട് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇടയ്ക്കൂടെ കാണുന്ന ഒരു നീണ്ട നീണ്ട സ്റ്റോൺസ് ഇല്ലേ, അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇതിൽ ആ ADയുടെ ശരിക്കുള്ള ആ ഒരു തിളക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് നെക്കിലിടുമ്പം അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇത് നമുക്ക് എന്താ ബ്രൈഡിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആ ഒരു ഗൗണിൻ്റെ കൂടെയോ അല്ല, ഇത് ഒത്തിരി കട്ടിയുള്ളതല്ല. നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച്, ഡ്രസ്സിൻ്റെ ഡിസൈൻ അനുസരിച്ച്. ഇപ്പം ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്കിപ്പോൾ ഈ ഒരു കുർത്തയുടെ കൂടെ ആണെങ്കിൽ പോലും ഇത് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരും ഡ്രസ്സിനനുസരിച്ച് ഇത് മാറ്റി മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാൻ പറ്റും. നമ്മൾ ഗോൾഡ് മേടിക്കുന്ന വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര റീസണബിൾ ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ കമ്മലാണെങ്കിലും കണ്ടില്ലേ, നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P830. ഇതിൻ്റെ പ്രൈസ് 2180 ആണ്. 2180. ഓക്കെ, രണ്ടാമത്തെ ഡിസൈൻ ഇതാ കേട്ടോ. ഇത് ഈ കളറുമായിട്ട് നല്ല മാച്ചിങ്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കട്ടെ, ഇങ്ങനെ വെച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കഴുത്തിലെ മാല ഊരി എന്നാലേ ഉള്ളൂ അതിൻ്റെ ശരിക്കുള്ള ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് കാണിക്കാം. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ഇതും അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഭംഗിയുള്ള ഡിസൈൻ. ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി വയലറ്റ് പോലെ തോന്നിക്കുന്നുണ്ടോ? ശരിക്കും ഒരു ലൈറ്റ് പിങ്ക് ആട്ടോ ഷെയ്ഡ്. സ്റ്റഡ് കാണിച്ചു തരാം. സ്റ്റഡും സെയിം തന്നെ രീതിയിൽ ചെയ്തേക്കുന്ന കേട്ടോ. ഫുൾ AD സ്റ്റോൺ തന്നെയാണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. കളർ കുറച്ചുകൂടെ നല്ലതാട്ടോ. എനിക്കിത് കറക്റ്റ് കാണിക്കാൻ പറ്റുന്നില്ല, അതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഫോട്ടോ ആയിട്ട് ഞാനിത് സൈറ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നമ്പർ P825. റേറ്റ് ഇതിന് 1590 മാത്രമേ ഉള്ളൂ. 1596. അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. നമ്മുടെ നെക്കിൽ വെച്ച് കാണുമ്പോൾ ഭംഗി അത് അത്രയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കുന്നത്. ഇതിൻ്റെ സ്റ്റഡുണ്ട്, സ്റ്റഡ് ഞാൻ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത്. അത്ര രസമാട്ടോ കാണാനായിട്ട്. നമുക്കിത് ഇപ്പം ഞാനിത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് സിമ്പിളായിട്ട് ചുരിദാറിൻ്റെ കൂടെയാണല്ലോ ഇടാം കേട്ടോ. ശരിക്കും ഒരു ഫങ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റെ എടുപ്പൊന്ന് വേറെ തന്നെയാണ്. നമുക്ക് എപ്പോഴും ഫംഗ്ഷനൊക്കെ എല്ലാവരും എന്തായാലും മാല ഇതൊക്കെ ഒന്ന് ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുമല്ലോ. അപ്പം അങ്ങനെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റഡ് വരുന്നത്. സ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഹാങ്ങിങ്. സ്റ്റഡ് യൂസ് ചെയ്യുന്നവർക്കും പറ്റും കേട്ടോ. ഇതൊക്കെ ഇടാം, ഇതൊക്കെ ഇട്ടാലല്ലേ രസം വരുള്ളൂ. ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എടുപ്പ് കൂടുതൽ വരുന്നത്. എപ്പോഴും നമുക്ക് ഓർണമെൻറ്റ്സ് നമ്മുടെ ഡ്രസ്സിലൊക്കെയാണ് കൂടുതലും നമുക്ക് ഒരു അട്രാക്റ്റീവ് ആകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരു ശകലം പൈസ മുടക്കും. ഇപ്പം ഇങ്ങനത്തെ മോഡലൊക്കെ നമുക്ക് സ്വർണ്ണം എപ്പോഴും മാറി മാറി ഒന്നും മേടിക്കലൊന്നും നടക്കുകയില്ല. അപ്പം ഇങ്ങനത്തെ മോഡലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാവും. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ച് കളക്ഷൻസ് ഇതിൻ്റെ ഉണ്ടെങ്കിൽ മാറി മാറി യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ എടുത്തു പോകും കേട്ടോ. ഇങ്ങനെ കാരണം നമ്മൾ ആ വെച്ച് കാണുമ്പോൾ ഉള്ള ഭംഗി വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ പുതിയ പുതിയ ഡിസൈൻസ് വരുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ആ ഒരു വെച്ച് നോക്കി കഴിയുമ്പോൾ എന്തായാലും എടുത്തു പോകും. അത്രയും രസമാണ് കാണാൻ. കാരണം നമ്മളിപ്പോൾ എന്തായാലും പൈസ ഉണ്ടാക്കുന്ന ആളിലും മുടക്കുന്ന ആളിലും നമ്മൾ കാണാൻ സൗന്ദര്യത്തോടെ ഇരിക്കണം, അങ്ങനെ ഉദ്ദേശത്തോടെ ആണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഡ്രസ്സിനനുസരിച്ച് മാറി മാറി ഇടാൻ കുറച്ച് കളക്ഷൻസ് ഉറപ്പായിട്ടും എല്ലാവരുടെയും കയ്യിൽ ഇത് വേണം കേട്ടോ. ഇതിൻ്റെ നമ്പർ P820. ഇതിൻ്റെ പ്രൈസ് 1850 മാത്രമേ ഉള്ളൂ. 185. ഡിസൈൻ ഇതാ കേട്ടോ. ഞാനിതിങ്ങനെ ഓരോ കാണിക്കുമ്പോഴും അടിപൊളി എന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നല്ലോ. അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ കയ്യിൽ വെച്ച് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു സെൻറ്ററിൽ ബ്ലൂ അല്ല കേട്ടോ. ഇത് ഈ ബ്ലൂവിനും ഗ്രീനും എപ്പോഴും ഈ ക്യാമറയിൽ കാണുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇതൊരു എന്താ പറയുക, സീ ഗ്രീൻ്റെ നല്ല രസമുള്ള ഷെയ്ഡാണ് സെൻറ്ററിൽ വരുന്നത്. അതിൻ്റെ കൂടെ പേളിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇത് നെക്കിലിടുമ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല, അതുപോലെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കിടന്നോളും. അപ്പോൾ ഇതിൽ കമ്മലും അടിപൊളിയാട്ടോ. ഇതാണ് കമ്മൽ വരുന്നത്. ചെറിയൊരു ഹാങ്ങിങ്. ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും ഇടാൻ പറ്റുന്ന സൈസ് ഐറ്റംസ് ആണ്. അതിൻ്റെ ഭംഗിക്കനുസരിച്ച് ആ ഒരു നിങ്ങൾ നോക്കിയാൽ മതി. ഈ റേറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അത്ര രസമാണ് കാണാനായിട്ട്. ഫുള്ള് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ആട്ടോ ഇതിൻ്റെ ചുറ്റിനും. ആ ഒരു ലോക്കറ്റിൻ്റെ ബോർഡറിൽ കൂടെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഇതിങ്ങനെ ഈ
വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ കളർ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നത്. അതായത് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടാണ് കളറ്. അതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഇത് കാണിക്കുന്നുണ്ട്. നേരിട്ട് കാണാൻ കറക്റ്റ് ആട്ടോ. ഇത് നമുക്ക് ഇട്ട് വരുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം. ഇതിലും ചെറിയൊരു ഗ്രീൻ്റെ ടോൺ ഉണ്ട്, അത് ഇതിൻ്റെ അത് കാണുന്നില്ല. ചെറിയതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിനും ഒരു ലൈറ്റ് ഗോൾഡൻ്റെ ഫിനിഷ് തന്നെയാണ്. അത്രയും നല്ല പ്രീമിയം കളക്ഷനിൽപ്പെട്ട ഐറ്റംസ് ആട്ടോ. ഇതിൻ്റെ ബാക്ക് ചെയിൻ ഇതുപോലെ വരും. എല്ലാത്തിനും നൈസ് ആയിട്ടുള്ള ബാക്ക് ചെയിൻ കൊടുത്തേക്കുന്നത്. ചെയിനും എക്സ്ട്രാ നമുക്ക് ആ ഒരു ചെയിൻ ആഡ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. കഴുത്തിന് ഇപ്പോൾ വണ്ണമുള്ളവരാണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൻ പാകത്തിന് കുറച്ച് എക്സ്ട്രാ ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് സൈറ്റിൽ ആഡ് ചെയ്തേക്കാം. നമ്പർ വരുന്നത് P827, റേറ്റ് വരുന്നത് 2050 ആണ്, 2050. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാട്ടോ. നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ്. അപ്പോൾ ഇതും ഫുള്ളായിട്ട് ഡയമണ്ട് ഫിനിഷ് തന്നെയാട്ടോ. നല്ല രസമുള്ളൊരു പൂക്കൾ പോലത്തെ മൊത്തത്തിൽ ആ ഒരു ഡിസൈൻ വരുന്ന മോഡൽ. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ തൊട്ടേ വരുന്ന ഒരു ഐറ്റമാണ്. ചെറിയ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ്. പക്ഷെ ഇത് ഇടുമ്പോഴത്തേനും നെക്കിന് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് എപ്പോഴും പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇറങ്ങുന്നത് ഈ ഒരു ഐറ്റമേ. ഞാൻ ഇത് അടുപ്പിച്ച് കാണിക്കാം, കയ്യിൽ വെച്ച് കാണിക്കാം. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈയിടെ ഞാൻ നമ്മുടെ ട്രാവൽ വ്ളോഗർ സുജിത് ഇല്ലേ, സുജിത് ഭക്തന്റെ ചാനലിൽ ഇത് അവർ ഡയമണ്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷനിൽ അവരിത് കാണിച്ചായിരുന്നു. ഏതോ ഒരു ജ്വല്ലറിയുടെ എന്തോ ഇതായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഈ സെയിം തന്നെ ഡിസൈൻ ആട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം ഏകദേശം വരുന്നതിന് 8 ലക്ഷമോ 10 ലക്ഷമോ എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത്. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടാൽ അതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ റേറ്റാണ് നമുക്ക് ഗോൾഡിലൊക്കെ വരുമ്പോൾ ആകുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറി മാറിയൊക്കെ ഇടാനായിട്ട് എന്തായാലും അത്രയും ഉപകാരപ്രദമായ ഒരു ഐറ്റം ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായല്ലോ. ഞാനിതിങ്ങനെ കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഭംഗി ഒന്നുകൂടെ കൂടി. കാരണം ഇത് സിഗ്സാഗ് പോലെയാട്ടോ ഇതിരിക്കുന്നത്. ആ ഒരു ഫ്ലവർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിപൊളിയാണ്. കമ്മലും അതുപോലെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു അതിൻ്റെ അകത്ത് കണ്ടതിനേക്കാളും ശരിക്കും നേരിട്ട് കാണാൻ ഇതാ കേട്ടോ നല്ലത്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഡാർക്ക് ഒരു ഷെയ്ഡിൽ, അത് ശരിക്കും ഒരു ഫ്ലവർ പോലെ തന്നെ സെൻറ്ററിൽ കൂടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റിനും ആ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ പാറ്റേണിൻ്റെ ഡിസൈനാണ്. രണ്ട് ഫ്ലവർ വരുന്ന രീതിയിലാണ് സ്റ്റഡ് വരുന്നത്. കാണാവോ? ഇതാണ് സ്റ്റഡ് കേട്ടോ. ഇത് നമുക്ക് അല്ലാതെയാണെങ്കിലും ഇടാൻ പറ്റുന്ന മോഡലാണ്. ബാക്ക് ചെയിൻ ഇതിൻ്റെ ഇങ്ങനെ വരും. നല്ല സ്റ്റോൺ വർക്ക്. അത് പറഞ്ഞിട്ട് അതിനെപ്പറ്റി വർണ്ണിച്ചിട്ട് എനിക്ക് മതിയാവണില്ല, അത്രയും നല്ല രസം കാണാൻ. ഇതിൻ്റെ നമ്പർ P815, റേറ്റ് 1950 രൂപ മാത്രമേ ഉള്ളൂ, 1950. നമുക്ക് ലാസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. ഇതും പ്രീമിയം കളക്ഷനിൽപ്പെട്ട ഐറ്റം തന്നെയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസിൽ സെൻറ്ററിലായിട്ട് ഗ്രീൻ സ്റ്റോൺ ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നതും ഈ ഒരു ഗ്രീനുമായിട്ടൊക്കെ നോക്കി വെച്ചോ. എപ്പോഴും സെയിം കളർ അല്ല കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് അല്ലാതാണെങ്കിലും എടുക്കുമ്പോൾ നോക്കിയാൽ മതി. സാരിയോ ചുരിദാറൊക്കെ എടുക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ കളറല്ല നിങ്ങൾക്ക് ഒരു സ്റ്റോൺ സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റോൺ കോൺട്രാസ്റ്റ് വേണം സെലക്ട് ചെയ്യാൻ. എപ്പോഴാണ് മാലയ്ക്കും ഡ്രസ്സിനും ഭംഗി കൂടുതൽ വരുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇട്ടിരുന്ന കളറുമായിട്ട് ഇത് നല്ല മാച്ചിങ് ആണ്. അതായത് ഒരു ഓണിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡ്, മജന്ത, അങ്ങനത്തെ കോമ്പിനേഷൻ്റെയൊക്കെ കൂടെ കോൺട്രാസ്റ്റിൽ ഗ്രീൻ പോലത്തെ ഷെയ്ഡ്സ് ഇടണം. എന്നാലാണ് അത് ശരിക്കും ആ ഒരു രണ്ടിൻ്റെയും ഭംഗി കിട്ടുക. നമുക്ക് ഇപ്പം ഈവൻ ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഓർണമെൻറ്റ്സിൻ്റെ ആണെങ്കിലും ഭംഗി തിരികെ കിട്ടണമെങ്കിൽ കോൺട്രാസ്റ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല മരതക കല്ലെന്നൊക്കെ പറയില്ല, അത് ആ ഒരു നല്ല ഗ്രീൻ ആട്ടോ ഇതിൻ്റെ ഷെയ്ഡ്. പിന്നെ ഇതിൻ്റെ മെയിൻ കളറ് ഗോൾഡിനേക്കാളും ഇതിന് ശരിക്കും ഇതിൻ്റെ അകത്ത് പറയുന്ന ഓർണമെൻറ്റ്സിൻ്റെ അകത്ത് പറയുന്ന LCT കളർ എന്നാണ് പറയുക. അതായത് ലൈറ്റ് റോസ് ഗോൾഡ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കിയാൽ നോർമലി വരുന്ന സൈസ് എനിക്ക് തോന്നുന്നു സ്വർണ്ണക്കടയിൽ പോലും ഇത്ര നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കാണാൻ കിട്ടില്ല. അത്ര നല്ല നല്ല ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹാങ്ങിങ് പാറ്റേൺ വരുന്നത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഫംഗ്ഷൻ ബേസ്ഡ് ചെറിയൊരു ഫംഗ്ഷൻ ആണിപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ മോഡൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് നോക്കുക. നമുക്ക് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അത്രയ്ക്കുണ്ട്. നമ്മുടെ ഡ്രസ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നമുക്ക് ഓർണമെൻറ്റ്സിന് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ തന്നെ അത്ര ഒരു പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഇട്ട് നോക്കിയിട്ടൊന്ന് കണ്ണാടിയിൽ എന്തായാലും നോക്കുമല്ലോ. എപ്പോഴും നമ്മൾ സൗന്ദര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നോക്കുന്നത്. അപ്പം അങ്ങനെ എന്തായാലും ഇങ്ങനത്തെ മോഡൽ ഇട്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കാണിച്ചതൊക്കെ ഭയങ്കര ഹെവി ഡിസൈൻ ഒന്നുമല്ല, നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് ഐറ്റംസ് തന്നെയാണ്. ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് ആണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞവരെ അത് മനസ്സിലിരുന്നോളൂ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും. അപ്പം ഇത് കളർ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് അല്ല കേട്ടോ, ലൈറ്റ് റോസ് ഗോൾഡിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ അതും നല്ല വെറൈറ്റി ആയിട്ട് തന്നെ നിൽക്കും. ഇതൊന്നും എന്തായാലും ഡെയിലി ഒന്നും യൂസ് ചെയ്യുന്നില്ല. സ്ഥിരം ഒന്നും ഇട്ടേക്കരുത് കേട്ടോ. സ്ഥിരം എന്തായാലും ഇടത്തില്ല നമ്മൾ. ഇത് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് അല്ലേ. നമുക്കങ്ങനെ പെട്ടെന്നൊന്നും കളർ പോവില്ല. ഒത്തിരി വർഷത്തേന് ഇതൊക്കെ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ തന്നെ കുറേ അങ്ങനത്തെ കളക്ഷൻസ് ഇരിപ്പുണ്ട്. അല്ലാതെ മേടിക്കുന്നവർ ഇങ്ങനെ
മേടിച്ച് വെച്ച് ഒത്തിരി നാളായിട്ട് കയ്യിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. മാറി മാറി ഓരോ ഡ്രസ്സിനനുസരിച്ച് മാറി മാറി ഉപയോഗിക്കുന്നവരാണ് കൂടുതലും. അപ്പം അങ്ങനെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തെ നിൽക്കുന്ന ഐറ്റം കേട്ടോ. ഇത് ഭയങ്കര റേറ്റും കുറവാട്ടോ. നമ്പർ പറയാം, P814, റേറ്റ് 1280 രൂപ മാത്രമേ ഉള്ളൂ, 1280.